കോഴിക്കോട് സ്വകാര്യ ബസ് ജീവനക്കാരുടെ ക്രൂരത. താമരശ്ശേരിയിൽ ഹൈഡ്രോളിക് ഡോറിനിടയിൽപ്പെട്ട +1 വിദ്യാർത്ഥിയുമായി ബസ് ഏറെ നേരം സഞ്ചരിച്ചുവെന്നാണ് ആരോപണം. പേരാമ്പ്രയിൽ ബസ്സിൽ നിന്നും വിദ്യാർത്ഥി തെറിച്ചു വീഴുന്ന ദൃശ്യങ്ങളും പുറത്തു. പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കമ്പിയിൽ കൈ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഓരോ പുറമൊക്കെ പുറത്തേക്ക് തള്ളിയിട്ടുള്ളത്. കൈയുണ്ട് ഒരു കരഞ്ഞും ഒരു സൗണ്ട് പോലെ എന്താരെ പഠിച്ചോന്ന് വെച്ച് വാതിൽ തുറന്നു നോക്കുമ്പോൾ ഇവളാണ് നമ്മൾ കരഞ്ഞും കൊണ്ട് വന്നിട്ട് ഞാൻ മോളെ വീണോന്ന് വെച്ച്. കുറച്ചധികം ദൂരമുണ്ട്. അവിടെ ചില ഒറ്റപ്പെട്ട സ്ഥലമാണ്. കാരണം പിന്നെ റബ്ബറും കാര്യങ്ങളും ആൾക്കാർ വണ്ടി പോകുന്ന ആളിൽ മാത്രമേ കാണുള്ളൂ. അങ്ങനത്തെ സ്ഥലത്ത് അവരെ ഇറക്കിയിട്ടത്. താമരശ്ശേരി സ്വദേശിനിയായ +1 വിദ്യാർത്ഥിക്കാണ് ഇന്നലെ ദുരനുഭവം ഉണ്ടായത്. വിദ്യാർത്ഥിനി ബസ്സിൽ കയറുന്നതിനിടെ ഹൈഡ്രോളിക് ഡോർ അടഞ്ഞു. ഇതോടെ ഡോറിനിടെ കുട്ടി കുടുങ്ങുകയായിരുന്നു. കട്ടിപ്പാറ താമരശ്ശേരി റൂട്ടിലോടുന്ന ഗായത്രി ബസ്സിലാണ് സംഭവം. ഇത് കണ്ടക്ടർ കണ്ടിട്ടും ഗൗനിച്ചില്ലെന്നാണ് വിദ്യാർത്ഥിനി പറയുന്നത്. ബഹളം വെച്ചതോടെ നടുറോഡിൽ ഇറക്കി വിടുകയും ചെയ്തു. സ്ഥിരം കയറുന്ന ബസ്സാണ് ഗായത്രി. അതിൽ ഏർക്ക് പോകുന്ന ബസ്സാണ് പൂനൂരേക്ക്. പോയാലാണ് എനിക്ക് സ്കൂളിൽ കൃത്യസമയത്ത് എത്താൻ കഴിയും. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് കയറി ഫുൾ ആളായിരുന്നു, തിരക്കായിരുന്നു. അപ്പോൾ ഞാൻ കയറി തന്നെ ഒരു വേഗം ഡോറടിച്ചായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി. കണ്ടക്ടർ അപ്പുറത്ത് കാണുന്നുണ്ടായിരുന്നു, പക്ഷേ തുറക്കാനുള്ള ശ്രമങ്ങളൊന്നും നടത്തില്ല. പിന്നെ അപ്പുറത്തുള്ളൊരു താത്ത എന്താക്കി കൈ പിടിച്ചെന്നെ പുറത്തേക്ക് വലിക്കാൻ ശ്രമിച്ചു. ഇന്ന് രാവിലെ പേരാമ്പ്ര മുളിയങ്ങലിലാണ് വിദ്യാർത്ഥി സ്വകാര്യ ബസ്സിൽ നിന്നും തെറിച്ചു വീണത്. വിദ്യാർത്ഥി കയറുന്നതിന് മുമ്പ് ബസ് എടുത്തു. പിന്നാലെ കുട്ടി തെറിച്ചു വീഴുന്നതാണ് CCTV ദൃശ്യങ്ങളിൽ. അതേസമയം സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയും മത്സരവുമാണ് അപകടത്തിന് കാരണമെന്ന വിമർശനവും ഉയരുന്നുണ്ട്. സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടിക്കും സാധ്യതയുണ്ട്. 24 കോഴിക്കോട്. ബസ്സിലുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല, ലക്ഷ്യസ്ഥാനത്ത് കൃത്യസമയത്ത് എത്തണം. അത്രയേ ചില സ്വകാര്യ ബസ് ജീവനക്കാർക്ക് മനോഭാവമുള്ളൂ, ലക്ഷ്യമുള്ളൂ.